മഴതോറും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാമച്ചായനെ വിളിച്ച് രോഹിത് താൻ നിരപരാധിയാണെന്ന കാര്യങ്ങളൊക്കെ അലീനയോടും ബാലചന്ദ്രനോടൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. കുറച്ചു നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഈ സമയത്തിന് അലീന ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞു, രോഹിത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നെ അന്ന് രക്ഷിക്കാനായിട്ട് ആ DYSP അല്ലേ അന്നോട്ട് വന്നത്? ഒരു പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? അതിനിപ്പോൾ നമ്മൾ ഫോണിലൂടെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അലീന തിരിച്ചു ചോദിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്കിളിനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചാലോ? അല്ലെങ്കിൽ അങ്കിളിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് നേരെ DYSPയെ കാണാൻ വേണ്ടിയിട്ട് പോയാലോ എന്ന് ചോദിക്കും. അത് നല്ലൊരു ബുദ്ധിയാണല്ലോ. അതാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിക്കും ബോധ്യപ്പെടുത്താൻ പറ്റും. മാമച്ചായനും ഗ്രേസ്യാമ്മയും അവരുടെ കസിൻ കൂടിയല്ലേ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും. ബാലചന്ദ്രനും അതിനോട് യോജിച്ചിരുന്നു. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് രോഹിത്തിനെ പുറത്തിറക്കണം, അതിന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഈ സമയത്താണ് മനു വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോഴാണ് വൈജയന്തി ആ ഒരു വലിയ ബോംബങ്ങ് പൊട്ടിക്കുന്നത്. അതെ, ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് മാറും. ഇത് കേട്ട മനു ആകെ അന്തം വിട്ടു പോയി. എന്താ ആൻറ്റി പറയുന്നത്? വാടക വീടോ? വാടക വീട്ടിൽ പോയിട്ട് ആൻറ്റിയെ നോക്കാൻ അവിടെ ആരാ ഉള്ളത്? ഞാനൊരു ഹോം നേഴ്സിനെ നിർത്തുമെന്നതായിരുന്നു വൈജയന്തിയുടെ മറുപടി. എനിക്ക് ഹോം നേഴ്സിനെ വെച്ചിട്ട് ശമ്പളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. അല്ല ആൻറ്റി, അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് മനു ചോദിച്ചപ്പോൾ, നീ പറയുന്നതൊന്നും ശരിയല്ല മനു. നീയൊക്കെ എപ്പോഴും ആ ബാലചന്ദ്രൻ്റെയും അലീനയുടെയും ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. എന്നോടൊപ്പം എന്തെങ്കിലും നീ നിന്നിട്ടുണ്ടോ? നിന്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ ഞാൻ. പക്ഷേ നിനക്ക് കൂറൊക്കെ അവരോടാണ്. മനു പിന്നെ ഒന്നും പറഞ്ഞില്ല. ആൻറ്റിയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ആൻറ്റി അത് ചെയ്തോ. പക്ഷേ ഇപ്പോൾ ഈ എടുക്കുന്ന തീരുമാനം ഒട്ടും ശരിയല്ല. ആ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാ ആൻറ്റിക്ക് നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് ആൻറ്റി തന്നെയായിരിക്കും. അതൊന്നും കേൾക്കാൻ വൈജയന്തി തയ്യാറായിരുന്നില്ല. എനിക്ക് ദോഷമൊന്നും വരില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് അവൾ മറുപടി കൊടുത്തു. ഒടുവിൽ മനു വീട്ടിലേക്ക് വരാണ്. അവിടെ രാജീവൻ തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായില്ലേ, ഇനി പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ നേരത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ചെറിയച്ചൻ ഇത് എങ്ങോട്ടേക്കാ? നാളെ പോകാമെന്ന് കരുതി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണെന്ന് പറയാണ് രാജീവൻ. അന്നേരം മനു പറയുന്നത്, ചെറിയച്ച, അതിനു മുൻപൊരു കാര്യം അറിയണം. ആൻറ്റി പുതിയൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. വാടക വീടോ? ഇത് കേട്ടപ്പോൾ കമലം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, വൈജയന്തി വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറാൻ നിൽക്കുകയാണ്. ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളും. അത് കേട്ടപ്പോൾ രാജീവിന് വല്ലാത്ത ദേഷ്യം വന്നു. ഈ വൈജയന്തി ഇത് എന്ത് കരുതിയിട്ടാണ്? ആര് പറഞ്ഞാലും അവളെ തലയിലേക്കൊന്നും കയറുന്നില്ലല്ലോ. അപ്പോഴേക്കും കമല ഇടപെട്ടു. ഈ രണ്ടു കാലമില്ലാത്ത വൈജയന്തി ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ചിലപ്പോൾ ആ വിധവയെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കൂട്ടുമായിരിക്കും. ബബിത അവൾ നോക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. അവൾക്കാണെങ്കിൽ ഈ ഫോണിൽ കുത്തിയിരിക്കാൻ തന്നെ സമയം തികയുന്നില്ല. പിന്നെയാണോ ആൻറ്റിയെ നോക്കുന്നത്? ഹോം നേഴ്സിനെ നിർത്തുമെന്നാണ് പറയുന്നത്. ഹോം നേഴ്സിനെ നിർത്തുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. 24 മണിക്കൂറും ആര് നോക്കാനാണ്? കടപ്പാട്ടൂർ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അലീന അവളെ പൊന്നുപോലെ നോക്കിയേനെ. അതൊക്കെ ഇനി നടക്കുമോ എന്ന് കമലമ്മക്ക് സംശയം പ്രകടിപ്പിച്ചു. ഈ സമയത്തിന് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് വരും. മനു കാര്യങ്ങളൊക്കെ ശിവശങ്കരനോടും പറയും. അവളുടെ ഈ ഒരു എടുത്തുചാട്ടം അവൾക്ക് തന്നെ വിനയാകും. അവൾ അവരുടെ കുഴി തോണ്ടാണ്. അന്നേരം കമല പറയുന്നുണ്ട്, എല്ലാവരും വൈജയന്തി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ അലീനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ആർക്കെങ്കിലും പറ്റിയോ? പിന്നെന്തിനാ അവളെ മാത്രം ഇങ്ങനെ പറയുന്നത്? പെണ്ണെ, നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്ന് ശിവശങ്കരൻ കമലയോട് അങ്ങ് പറഞ്ഞ് ചൂടായി. എന്തിനാ ശിവേട്ട നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? അലീനയുടെ കാര്യം ബാലചന്ദ്രൻ മറച്ചു വെച്ചില്ലേ? എന്നിട്ടും വൈജയന്തി എല്ലാം സഹിച്ചില്ലേ? എടി, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വീണ്ടും പറഞ്ഞ് ശിവശങ്കരൻ അങ്ങ് ഒച്ച വെച്ചു. മനുവിന് ഇതൊക്കെ കേട്ടിട്ട് നല്ല ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരിക്കും. രോഹിത്തിനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം. വൈജയന്തിയുടെ തലയിൽ നിന്ന് ഒന്നും കയറില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കമലമ്മയാണെങ്കിൽ വിടാൻ ഭാവമില്ലായിരുന്നു. നിങ്ങളുടെ പെങ്ങളെയൊക്കെ നേരത്തെ നല്ല രീതിയിൽ തന്നെ വളർത്തണമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും ചീത്ത വിളിച്ചു. ഒടുവിൽ രാജീവൻ പറഞ്ഞു, ഞാൻ എന്തായാലും അവളെ ഒന്ന് പോയി കാണാം, കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് പറയും. ഇതേ സമയത്തിന് അലീനയും ബാലചന്ദ്രനും കൂടി രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങാണ്. അലീന റെഡിയായി വന്നപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി, രോഹിതേട്ടൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ എന്ന് സങ്കടത്തോടെ ചോദിച്ചു. അച്ഛന് നല്ല പ്രതീക്ഷയുണ്ട് മോളെ. DYSP വിചാരിച്ചു കഴിഞ്ഞാൽ രോഹിതേട്ടനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് അലീന പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. നിരപരാധിയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ പുറത്തിറക്കും, നീ സങ്കടപ്പെടേണ്ട എന്ന് പറയാണ് അലീന. രോഹിതേട്ടൻ തിരിച്ചു വന്നാൽ എല്ലാവരുടെയും വിഷമം മാറില്ലേ എന്നായിരുന്നു കൃഷ്ണമോളുടെ മറുപടി.
അങ്ങനെ അവർ നേരെ മാമച്ചായൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ രേവതിക്കുട്ടി ഓടി വന്നു. അലീനയെ കണ്ടതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും അകത്ത് രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. മാമച്ചായൻ ചോദിച്ചു, ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, നിങ്ങളുടെ ബന്ധുവായ DYSPയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വഴി തെളിയും. അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. ഗ്രേസ്യാമ്മ പറയുന്നത്, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ മൊഴി മാറ്റിയാലോ? അവൾ അലീനയോട് സത്യം പറഞ്ഞെങ്കിലും പോലീസുകാരോടോ വീട്ടുകാരുടെയോ സമ്മർദ്ദം കൊണ്ട് തന്നെ കോടതിയിൽ ഇനി മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അവളുടെ മൊഴി മാറ്റമില്ലെങ്കിലോ എന്ന് ഗ്രേസ്യാമ്മ രണ്ടാമത് ചിന്തിച്ചു. അലീനയോട് ചോദിക്കുന്നുണ്ട്, അവൾ കോടതിയിൽ ചെന്നിട്ട് ഇതെല്ലാം പറയുമെന്ന് അലീനയ്ക്ക് വിശ്വാസമുണ്ടോ എന്ന്. എനിക്കൊരു ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ആൻറ്റി. പക്ഷേ അവളുടെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും അവൾ ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർ നിർബന്ധിച്ചാൽ അവൾ എന്ത് ചെയ്യാനാണ്? സാരമില്ല, നിരപരാധിയായ ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അവസാനം മാമച്ചായൻ പറഞ്ഞു, ഗ്രേസ്യാമ്മേ, നീ ആ ജോബിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവനോട് മീരയോട് സംസാരിക്കാൻ പറ. DYSPയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അങ്ങനെ ജോബിച്ചായനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോബിച്ചൻ മീരയോട് സംസാരിച്ചു. മീരയ്ക്കും തോന്നി നിരപരാധിയായ ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ എന്ന്. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് അവരും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് കൊടുത്തിട്ട് രോഹിത്തിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മാമച്ചായനും ഗ്രേസ്യാമ്മയും അയച്ച ആൾക്കാർ വഴി മീര മുഖേന DYSP കാര്യങ്ങളൊക്കെ ഗൗരവത്തിലായി തന്നെ എടുത്തു. അലീന പറഞ്ഞ പെൺകുട്ടിയെ രഹസ്യമായി ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് താൻ രോഹിത്തിൻ്റെ പേര് പറഞ്ഞത് എന്ന് ശരണ്യ അവർക്ക് സമ്മതിച്ചു. അന്ന് രാത്രി തന്നെ രോഹിത്തിനെ വിട്ടയക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങി. പിറ്റേന്ന് രാവിലെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ രോഹിത്തിനെ സ്വീകരിക്കാൻ ബാലചന്ദ്രനും അലീനയും മനുവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. രോഹിത്ത് കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ നോക്കി. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ നടത്തിയ പോരാട്ടം അവനെ അത്രമേൽ തളർത്തിയിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും വൈജയന്തി പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. മനുവും രാജീവനും അവസാനമായി ചെന്ന് നിർബന്ധിച്ചുവെങ്കിലും തനിക്കാരുടെയും സഹായം വേണ്ട എന്ന വാശിയിലായിരുന്നു വൈജയന്തി. വാടകയ്ക്കെടുത്ത ഹോം നേഴ്സ് വന്ന ആദ്യ ദിവസം തന്നെ വൈജയന്തിയുടെ മുൻകോപം കാരണം അവിടെ നിന്നും പടിയിറങ്ങി പിണങ്ങിപ്പോയി. കൂട്ടിനുണ്ടായിരുന്ന ഒരു വിധവയാവട്ടെ വൈജയന്തിയുടെ കയ്യിലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളൊക്കെ കൈക്കലാക്കി ഒരു രാത്രിയിൽ ആരോടും പറയാതെ അവിടെ നിന്നും മുങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ വൈജയന്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. വിശപ്പും തളർച്ചയും കൊണ്ട് തന്നെ ആ വീടിൻ്റെ തറയിൽ കിടന്ന് അവൾ അങ്ങ് നിലവിളിച്ചു. ഒടുവിൽ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് മനുവും അലീനയും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ തൻ്റെ അഹങ്കാരം തന്നെ തകർന്നു എന്ന് വൈജയന്തിക്ക് ബോധ്യപ്പെട്ടു. അലീന ഒരു വാക്കുപോലും കുറ്റപ്പെടുത്താതെ വൈജയന്തിയെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റി കടപ്പാട്ടൂർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ രോഹിത്തും കൃഷ്ണമോളും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ സ്നേഹത്തിനു മുന്നിൽ വൈജയന്തിയുടെ കല്ലടിച്ച ആ ഒരു മനസ്സ് ഒടുവിലങ്ങ് അലിഞ്ഞു തീർന്നു. അവൾ അലീനയുടെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ പുതിയൊരു പുലരി പിറക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.